ഹായ് എവരിവൺ. ഇന്ന് ഞാൻ മറ്റൊരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൈംഗിക തൊഴിലാളി. പേര് സൂചിപ്പിക്കും പോലെ സാധാരണ മലയാളികൾക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരു മേഖലയെക്കുറിച്ചാണ് പുസ്തകം. പ്രത്യേകിച്ചും നമുക്ക് യാതൊരു അറിവുമില്ലാത്ത, അറിവിനേക്കാൾ ഉപരി തെറ്റിദ്ധാരണകൾ കൂടുതലുള്ള ഒരു മേഖലയെക്കുറിച്ച്. ലൈംഗിക തൊഴിൽ, അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ ഒരു ലൈംഗിക തൊഴിലോ അത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പുസ്തകമോ അത് ഒരു മലയാളിയുടെ, അതായിരിക്കൂലേ പല ആളുകളും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. നെറ്റിൽ വിളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അതെ, അങ്ങനെ ഒരു തൊഴിലുണ്ട്. ആ ഒരു തൊഴിലിനെ കുറിച്ചുള്ള പുസ്തകം ഒരു മലയാളി തന്നെ എഴുതിയിട്ടുമുണ്ട്. ലൈംഗിക തൊഴിലെന്ന് പറയുന്ന ആ ഒരു തൊഴിലിനെ പറ്റി അനാവരണം ചെയ്യുന്നതിലുപരി നളിനി ജമീല എന്ന് പറയുന്ന ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥയാണ് വാസ്തവത്തിൽ ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന് പറയുന്ന പുസ്തകം. അവരുടെ ജീവിതം പറയുന്നതിനോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന കേരളത്തിലുള്ള ഈ പറയുന്ന ലൈംഗിക തൊഴിലിനെ കുറിച്ചും ലൈംഗിക തൊഴിലാളിയെക്കുറിച്ചും അവരെ എങ്ങനെയാണ് സമൂഹം നോക്കിക്കാണുന്നതിനെ കുറിച്ചൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം അവരുടെ ജീവിതത്തോടൊപ്പം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. വായനാശീലമുള്ളവരും അതുപോലെ തന്നെ പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നവരും ഒക്കെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് ബയോഗ്രഫി അഥവാ ആത്മകഥ എന്നുള്ളത്. ഗാന്ധിയുടെ, നെഹ്റുവിൻ്റെ, ഹിറ്റ്ലറിൻ്റെ, ഒബാമയുടെ, അബ്ദുൽ കലാമിൻ്റെ, അങ്ങനെ നീളുമാ ലിസ്റ്റ്. ഇതേ സമയം തന്നെ മറ്റൊരു ചോദ്യമുള്ളത്, ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ വായിക്കാൻ എത്ര പേര് തയ്യാറാവും? അത് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ അതിൽ എത്ര പേര് തയ്യാറാവുന്നുണ്ടാവും? ആർക്കാണ് സത്യത്തിൽ അതിനുള്ള ധൈര്യം നമ്മുടെ സമൂഹത്തിലുള്ളത്? കിടന്നു കൊടുക്കുക എന്നതിനപ്പുറത്തോട്ട് എന്താണ് ഒരു വേശ്യയ്ക്ക് നമ്മുടെ സമൂഹത്തോട് സംസാരിക്കാനുള്ളത്? ഒരു വേശ്യയ്ക്ക് അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട്, ഇല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളിയുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ ലൈംഗിക തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ സമൂഹത്തിന് മുന്നിൽ പറയാനുണ്ടാവുക? മാത്രമല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അത് വായിക്കാൻ എത്ര പേര് തയ്യാറാവുന്നുണ്ടാവും? അങ്ങനെ വായിച്ചാൽ തന്നെ മറ്റുള്ളവർക്ക് അത് സജസ്റ്റ് ചെയ്യാൻ എത്ര പേര് തയ്യാറാവുന്നുണ്ടാവും? ഇല്ലെങ്കിൽ അത് എന്തിന് തയ്യാറാവണം എന്നുള്ള തരത്തിലുള്ള ചിന്തകളായിരിക്കും ഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിലുണ്ടായിരിക്കുക. ലൈംഗിക തൊഴിലാളികളെ എത്രത്തോളം മോശമായിട്ടാണ് നമ്മുടെ സമൂഹം ട്രീറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ കാണുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് മുകളിൽ പറഞ്ഞ ഈ തരത്തിലുള്ള ചോദ്യങ്ങളും ഈ തരത്തിലുള്ള ചിന്താഗതിയും. എങ്ങനെയാണ് നളിനി ഈ പറയുന്ന ലൈംഗിക തൊഴിലിലോട്ട് എത്തിപ്പെട്ടത്? എങ്ങനെയായിരുന്നു നളിനിയുടെ വിവാഹം ഉൾപ്പെടെയുള്ള പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏത് തരത്തിലുള്ളതായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? എന്തൊക്കെ ക്രൂരതകളാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു തൊഴിലിനിടെ നളിനി ജമീലയ്ക്ക് നേരിടേണ്ടി വന്നത്? അതുപോലെ തന്നെ എങ്ങനെയാണ് നളിനി ജമീല എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ ലൈംഗിക തൊഴിലാളികളുടെ ശബ്ദമായി മാറിയത്? തുടങ്ങിയിട്ടുള്ള നളിനി ജമീലയുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനോടൊപ്പം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് നേരിടുന്നത്, വാസ്തവത്തിൽ എന്താണ് ഈ ലൈംഗിക തൊഴിൽ, ഏത് തരത്തിലാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം ഈ ഒരു തൊഴിലിനെ ട്രീറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ലൈംഗിക തൊഴിലാളിയെ അവരുടെ കൺസെന്റോടുകൂടി തന്നെ ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള ഒരാളെ പിടിച്ച് പുനരധിവസിപ്പിച്ച് ഈ പറയുന്ന തൊഴിലിൽ നിന്നും മാറ്റി നിർത്തേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ പ്രസക്തമായ ചോദ്യങ്ങളും ഈ പുസ്തകത്തിലൂടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളെപ്പോലൊരു ലൈംഗിക ദാരിദ്ര്യമുള്ള സമൂഹം തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകം. നമ്മൾ ഈ ഇടയ്ക്കായിട്ട് ഈ പറയുന്ന ഹണി റോസിന്റെ ഇഷ്യൂ നമ്മൾ കാണുകയുണ്ടായി. ബോബി ചെമ്മണ്ണൂർ ഒരു അവഹേളനം നടത്തിയിട്ട്, അത് കഴിഞ്ഞ് രാഹുൽ ഈശ്വറിന്റെ ഒരു അവഹേളനം, അങ്ങനെ തുടങ്ങി നമ്മുടെ സമൂഹം ഈ പറയുന്ന സ്ത്രീകളെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു പുസ്തകം ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും മലയാളികൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് നളിനി ജമീലയുടെ ഞാൻ ലൈംഗിക തൊഴിലാളി. മുഴുനീളം പ്രസംഗങ്ങളോ പടുകൂറ്റൻ വിപ്ലവങ്ങളോ മാത്രമല്ല, ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ചെറിയ പുസ്തകങ്ങൾ ഉൾപ്പെടെ, ഇല്ലെങ്കിൽ ആ പുസ്തകങ്ങളുടെ വായനകൾ ഉൾപ്പെടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അത് നമ്മളെ തീർച്ചയായിട്ടും പുരോഗമനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് നളിനി ജമീല എഴുതിയിട്ടുള്ള അവരുടെ ആത്മകഥയായിട്ടുള്ള ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പുസ്തകം ചർച്ച ചെയ്യുന്നതിനോ ഇല്ലെങ്കിൽ ഇത്തരമൊരു പുസ്തകം വായിക്കുന്നതിനോ ഇത്തരമൊരു പുസ്തകം മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നതിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറയുന്ന മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക്, ഇല്ലെങ്കിൽ നളിനി ജമീല എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിച്ചു നോക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.